42-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം. മതി. ചതഞ്ഞ ഓട അവൻ ഒടിച്ച് കളയുകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയുകയുമില്ല. ആമേൻ, സ്തോത്രം. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഞാൻ എടുക്കുന്നത് ഈ ഒരു സെന്റൻസ് ആണ്. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നത് വരെയും അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. ഒന്ന് പറഞ്ഞ നിങ്ങളെല്ലാവരും, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നത് വരെയും അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. ഇത് നമ്മൾക്കുള്ളതാണ്. യേശുവിനുണ്ടായിരുന്നു. അമിസ്വതം നിന്നോട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തെടുക്കാൻ നീ ശ്രമിക്കുമ്പോൾ ശത്രു നിന്നെ തടുക്കും, ശത്രു നിന്നെ തളർത്തും, ശത്രു നിന്നെ ബലഹീനനാക്കും, ശത്രു നിന്നെ ഭയപ്പെടുത്തും. ഒരു സ്റ്റെപ്പും യേശുവിൻ്റെ നാമത്തിനു വേണ്ടി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല എന്ന വാശിയോടും വേറോടും കൂടെ പല നിലവാരത്തിൽ പിശാച് നിനക്കെതിരാകും. ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ തളരത്തില്ല, നമ്മൾ അധൈര്യപ്പെടുത്തുന്നില്ല. ആമേശത പൗലോസ് വെല്ലുവിളിച്ചതുപോലെ ആമേശത ഇപ്പോഴുള്ളതിനോ ഇനി വരുവാനുള്ളതിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ ആത്മശക്തിയോടെ ഓടിക്കയറുക. ഇന്ന് പകലിൽ എത്ര വ്യക്തിത്വങ്ങൾ ശ്രമിക്കും? വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കാലം മുതലേ ഇതിനകത്തുള്ള ഓൾ ഓവർ എല്ലാവരുടെ അകത്തളത്തിലുള്ള ഒരു ആഗ്രഹം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. സാധിച്ചോ? എന്താ? പല തടസ്സങ്ങളല്ലേ വന്നത്? പല വ്യക്തികളല്ലേ? ആമേശ്വത ഒരുപക്ഷെ പല വ്യക്തികളല്ലേ, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളല്ലേ, ഉപജീവന ചിന്തകളല്ലേ തടസ്സമായി വന്നത്? യേശുവിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നോ? യേശുവിന് ഉണ്ടായിരുന്നില്ല. യേശുവിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ ആമേൻ, സ്തോത്രം, അവൻ ന്യായം സ്ഥാപിക്കുന്നത് വരെയും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ പറയും ഉണ്ടായിരുന്നെന്ന്. ആമേൻ, സ്തോത്രം. ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിയുന്ന പറയും ഉണ്ടായിരുന്നില്ല. ആമേൻ, സ്തോത്രം. ഉണ്ടായോ എന്ന് ചോദിച്ചു ചെയ്യുന്ന ഉണ്ടായത് പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ പറയാം. ആമേൻ, സ്തോത്രം. ഒരുപാട് തടസ്സങ്ങളായിരുന്നു. യേശു ഭൂമിയിൽ ന്യായം സ്ഥാപിക്കാൻ വരുന്ന സമയം മുതൽ, ജനനം മുതൽ തടസ്സങ്ങളായിരുന്നു. ജനിച്ച സമയം അവനെ പിഴുത് കളയുവാൻ വേണ്ടി ഹെരോദാവും കൂട്ടരും എഴുന്നേൽക്കുകയാ. ജനനം മുതൽ അവനെ കൊല്ലണം, അവൻ ജീവനോടെ ഇരിക്കരുത്. ഒരുപാട് പ്രശ്നങ്ങൾ. യേശു എന്തിനു വേണ്ടിയാ വന്നത്? നമുക്ക് വേണ്ടിയാ. ആണോ? വിശ്വസിക്കുന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ അവന് 2 കൈ നീട്ടി സ്വീകരിച്ചില്ല. നീ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ വന്നത്, ഞങ്ങളെ രക്ഷിപ്പാനല്ലേ, ഞങ്ങളുടെ പാപം പോക്കാനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ 2 കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നില്ല. സ്തോത്രം. എങ്ങനെയെല്ലാം യേശുവിനെ തകർക്കാം, എങ്ങനെയെല്ലാം യേശുവിനെ ഒതുക്കാം, എങ്ങനെയെല്ലാം വാക്കിൽ കൊടുക്കാം, എങ്ങനെയെല്ലാം അവനെ കൊന്നുകളയാം എന്ന പദ്ധതികളായിരുന്നു. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയ കാലം മുതൽ ക്രൂശ് മരണം വരെ യഹൂദന്മാരിൽ നിന്ന് യേശു അനുഭവിച്ചു തന്ന വിശുദ്ധ വേദപുസ്തകം ആഴമായി പഠിപ്പിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും കുറിച്ച് സ്വർഗത്തിലെ ദൈവം ഇട്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിലേക്ക് നീ കാലെടുത്ത് വെക്കുമ്പോൾ ശത്രു മാക്സിമം തടുക്കും. പക്ഷെ അധൈര്യപ്പെടരുത്, തളരരുത്. ആമേ, പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം മുമ്പിലേക്ക് യാത്ര ചെയ്യട്ടെ. നിങ്ങളൊന്ന് കുറിച്ചു നോക്കണം. ഈ ഉപവാസത്തിലെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജോലിക്ക് തടസ്സം വരത്തില്ല. ആമേ, ജോലിക്ക് നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന് ആരും കൈക്കേറി പിടിക്കത്തില്ല.
ഹല്ലേലൂയ. ജോലി ചെയ്യുന്ന സ്ഥലത്തോ ജോലിക്ക് പോകുന്നിടത്തോ സ്വതം നിങ്ങൾ ജോലി എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തലത്തിൽ ഒരു തടസ്സം ഉണ്ടാകത്തില്ല. തടസ്സം വരുന്ന ആത്മീക ജീവിതത്തിലാ, തടസ്സം വരുന്ന ആത്മീക ജീവിതത്തിലാ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളണം, ഇതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത് മാനുഷിക കാര്യമല്ലെന്ന്. ഇതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത് ഒരു പൈശാചിക ആധിപത്യമാണ്. അതിന്മേൽ ഇന്ന് നീ ജയിക്കണം. തളരരുത്, ധൈര്യത്തോടെ സ്റ്റെപ്പ് വെക്കണം. യേശുവിന് തടസ്സം വന്നത് മരപ്പണിയെടുത്തപ്പോഴല്ല. ആമേ, സ്തോത്രം. ഏകദേശം 12ാമത്തെ തിരുവയസ്സിൽ ഈ കൊച്ചിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആമേ, ബാക്കി പിന്നത്തിൽ വരുന്നത് 30ാമത്തെ വയസ്സിലാണ്. പക്ഷെ ഇവൻ തച്ചനാണെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള പീരീഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആമേ, മരപ്പണി പഠിച്ചിട്ടുണ്ട്. പ്രൈസലോ. ഒരാളും തടസ്സം ഉണ്ടായിരുന്നില്ല. യേശു പണിത ഡോർ ശരിയല്ല, യേശു പണിത കട്ട്ല ശരിയല്ല, യേശു പണിത വാതിൽ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തരും വന്നില്ല. നീ പണി നിർത്തണം, നീ യേശുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തരും വന്നില്ല. അപ്പന്റെ ഇഷ്ടം ചെയ്തെടുപ്പാൻ തക്കവിധം ആവേശത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി സ്നാനമേറ്റ് കടന്നു വന്നപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ പ്രതിസന്ധികളാ യേശുവിന്റെ ജീവിതത്തിൽ. എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, നീ സ്നാനമേറ്റ് അന്ന് മുതൽ തുടങ്ങിയതല്ലേ? അതുവരെ ആമേശ്വരം നല്ല ചിരിച്ച മുഖത്തോടെ കൂടിയിരുന്ന ആളുകള് സ്നാനമേറ്റ് അത്യാവശ്യം ഒന്നൊക്കെയും നല്ല രീതിയിൽ കൈയടിച്ച് പാടാനും ആരാധിക്കാനൊക്കെ തുടങ്ങിയപ്പോഴല്ലേ ഈ പ്രശ്നം തുടങ്ങിയത്. കാരണം വ്യാപരിക്കുന്നത് മാനുഷികമല്ല, കാരണം വ്യാപരിക്കുന്നത് മാനുഷികമല്ല, പൈശാചികമെന്ന് ആത്മാവിനെ വിളിച്ചു പറയുക. ഇന്ന് അതിനെ നീ ജയിക്കണം. ഹല്ലേലൂയ. എല്ലാ പ്രിയമക്കളെ, അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെക്കണ്ടേ? യേശു മരപ്പണി എടുക്കുന്ന എല്ലാ സ്ഥലത്തും വീടുകളിൽ ചെന്ന് ഇവന്മാർ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. യഹൂദന്മാർ പണിയെടുക്കാൻ പോലും യേശുവിനെ അനുവദിച്ചില്ല എന്നൊന്നും ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ലല്ലോ. നിങ്ങളുടെ മാനുഷികമായ ജോലികൾക്ക് ഒരു തടസ്സം ഉണ്ടാകത്തില്ല. പക്ഷെ അപ്പൻ്റെ ഇഷ്ടത്തിനൊന്ന് ഇറങ്ങി നോക്കാം. ഇറങ്ങി നോക്ക് പ്രിയമക്കളെ, ചില വ്യക്തിത്വങ്ങൾ എഴുന്നേറ്റ് വരും. ഇത് നിന്നോടുള്ള വാഗ്ദത്തമാണ്, ഇത് നിന്നോടുള്ള ദൂതാണ്. നിന്നെ നിരുത്സാഹപ്പെടുത്തി കളയുക, നിന്നെ നിരാശപ്പെടുത്തി കളയുക, പിന്നിലേക്ക് നിന്നെ കാല് വലിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില മുഖങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ യേശുവിനെ പോലെ തളരാതെ അധൈര്യപ്പെടാതെ വെച്ച കാല് മുമ്പിലേക്ക് വെക്കട്ടെ. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നിലേക്ക് എന്ത് ചെയ്യരുത്? നോക്കരുത്. ദൈവരാജ്യത്തിന് കൊള്ളരുതാത്തവന് തടസ്സങ്ങളുണ്ടാകും. തിരുനാമത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഒരിക്കലുമില്ലാത്ത തടസ്സങ്ങൾ. അസൂയ നിമിത്തം ശത്രു എഴുന്നേൽക്കും. അസൂയ നിമിത്തം യേശുവിനെ ക്രൂശിച്ചത് എന്തുകൊണ്ടാ? അസൂയ നിമിത്തമല്ലേ? പ്രൈസലോ. അസൂയ നിമിത്തം ശത്രു എഴുന്നേൽക്കും. അതേ അനുഭവം നമുക്കുണ്ട്. വചനം യേശു പറയുന്നത് പച്ചമരത്തോട് അവരിങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരങ്ങളായ നിങ്ങളോട് എത്രയധികം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, 6 ദിവസമായിട്ട് വയറുണക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് നീ പ്രാപിച്ചിരിക്കുന്നത് പുറത്തെടുക്കാൻ കഴിയാതെ വണ്ണം ശത്രു ഒതുക്കി കളയാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകല് പരിശുദ്ധാത്മ പറയുന്നു, നീ തളരരുത്, അധൈര്യപ്പെടരുത്. ആദ്യമൊക്കെ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയും, പിന്നെ ഒന്ന് വളരുന്നു എന്ന് കാണുമ്പോൾ, മക്കളെ, ആത്മീകത്തിൽ നീ ഒന്ന് പിച്ച വെച്ച സ്റ്റെപ്പൊന്നും ചവിട്ടി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ശത്രു എന്ത് ചെയ്യും? എഴുന്നേൽക്കും. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. സമയത്തിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് വേഗത്തിൽ വായിക്കണം. എല്ലാവരും അവനെ പുകഴ്ത്തി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. ഓ സ്തോത്രം. യേശുവിനെ അവര് പുകഴ്ത്തി. ഒരു പരിധിയിൽ കൂടുതൽ. ഇതിനകത്ത് ആരെങ്കിലും പുകഴ്ത്തിയാൽ നീ അത് തട്ടിക്കളഞ്ഞേക്കണം കേട്ടോ. സ്വീകരിക്കരുത്. ഒരു ദൈവ പൈതലാണെങ്കിൽ, കർത്താവിനെ ഉയർത്തുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, നിനക്ക് വരുന്ന പുകഴ്ചകൾ മുഴുവനും അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുത്തേക്കണം. നീ അതെടുക്കരുതേ. പുകഴ്ച എടുക്കുന്നവനെ തല്ല് താഴെ ഇടുവാൻ തക്കവിധം അടുത്ത ദിവസങ്ങൾ ശത്രു ശ്രമിക്കും. നമ്മൾ ഈ പുകഴ്ച ഒന്ന് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടുത്ത ദിവസം നിന്റെ അധപ്പതനമാ.
അവനെ എന്ത് ചെയ്യാൻ തുടങ്ങി? പുകഴ്ത്താൻ തുടങ്ങി. 28-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതി അതിനിടയിൽ ഞാൻ വായിക്കാം. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. പള്ളിയിൽ വെച്ചുള്ള സംഭവമായത്. അവൻ വായിച്ച വാക്യം കേട്ടപ്പോ അവനെ എന്ത് ചെയ്തു? പുകഴ്ത്തി. ലാവണ്യ വാക്കുകൾ ഇതുപോലെ ഇല്ല. യേശു അവിടെ നിന്നിട്ട് പറഞ്ഞു, അന്ന് പട്ടിണിയും ദാരിദ്ര്യമുള്ള സമയത്ത് സാരാഫാത്തിൽ ഒരു വിധവയുടെ അടുക്കിലേക്ക് മാത്രം എന്ത് ചെയ്തുള്ളൂ? സ്തോത്രം. ദൈവം ഏലിയാവിനെ അയച്ചുള്ളൂ. അടുത്തത് സുറിയക്കാരനായിരിക്കുന്ന നയമാൻ അല്ലാതെ കുഷ്ഠരോഗിയിൽ മറ്റാരും എന്ത് ചെയ്തില്ല? സൗഖ്യമായില്ല. ഇതൊക്കെ പറഞ്ഞ് കേട്ടപ്പോ ഹൃദയത്തിന്റെ അകത്തളത്തങ്ങ് ഗർവം പൊങ്ങി. അപ്പൊ ഞങ്ങളൊക്കെ ആരാ? പ്രീസലോ. സ്വതം സാരാഫാത്തിലെ വിധവ മാത്രമേ ഭക്തയുള്ളൂ. നയമാനോട് മാത്രമേ ദൈവം കരുണ കാണിച്ചുള്ളൂ. യേശു പറഞ്ഞു. ഇത് കേട്ടപ്പോ നല്ലത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത് പറയൂ പാസ്റ്റർ. ഞങ്ങൾ എല്ലാവരും സ്തോത്രം പറയാം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് പറയരുത്. മൗനമായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ശത്രു കൊണ്ടുവന്നിടുന്ന പദ്ധതികളാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അവരന്ന് പറഞ്ഞു സ്തോത്രം, ഇവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകൾ. സ്തോത്രം. യേശു അപ്പൊ തന്നെ പറഞ്ഞു. അതിന്റെ 23 വായിച്ചേ. 23, 24. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്ക എന്നുള്ള പഴഞ്ചൊല്ലും കഫർനഹൂമിൽ ഉണ്ടായി കേട്ടത് എല്ലാം ഈ നിന്റെ പിതൃഭവനത്തിലും നഗരത്തിലും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. അങ്ങനത്തെ ഒരു കാലം വരുന്നുണ്ട്. ക്രൂശിൽ കിടക്കുകയാ യേശു. 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന കർത്താവിനോട് പറയുക, കർത്താവേ, നീ ഇറങ്ങി വാ, നിന്നെ രക്ഷിക്ക്, ഞങ്ങളെ ബന്ധിക്കുക. ഒത്തില്ലേ എന്ന് പറയുന്നൊരു കാലം വരും. അടുത്ത വാക്യം. ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ. കേട്ടോ പ്രിയമക്കളെ, ഇന്ന് നിങ്ങൾക്ക് എത്രത്തോളം ടാലന്റ് ഉണ്ട്, കൃപയുണ്ട്, അഭിഷേകമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അടുത്ത നാളുകളിൽ ഹൃദയത്തിന്റെ സമർപ്പണത്തിനൊത്തവണ്ണം ഇതിനകത്തുന്ന ചിലതിനെ പരിശുദ്ധ ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി തീരും. നിന്റെ ബുദ്ധിക്ക് അതീതമായ പ്രവർത്തികളോടെ, നിന്റെ ചുറ്റുപാടുകൾക്ക് അതീതമായ പ്രവർത്തികളോടെ, നിനക്ക് മുഖപരിചയമുള്ളവരെക്കാൾ അവിടെ ബുദ്ധിക്ക് അതീതമായ പ്രവർത്തികളോടെ സ്വർഗം നിന്നെ പുറത്തെടുക്കും. അന്നേരം നീ നോക്കണം നിന്നോടുള്ള മറ്റുള്ളവരുടെ സമീപനം. കേട്ടോ പ്രിയമക്കളെ, ഒരു അഭിഷേകമുള്ള ഒരു ദൈവ പൈതലിന് ചുറ്റുപാട് അനുകൂലമായിരിക്കത്തില്ല. ഇതാര് പഠിപ്പിച്ചതാ? യേശു പഠിപ്പിച്ചു. യേശുവിന്റെ ജീവിതമാ, ഹിസ്റ്ററി നോക്കി പഠിച്ചതല്ല. യേശുവിന്റെ ജീവിതം കൊണ്ട് പറയുകയാ. അതുകൊണ്ട് ആ വചനത്താൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇന്നുള്ള അളവ് മാറ്റി ഈ ഉപവാസ പ്രാർത്ഥന 7ാമത്തെ ദിവസം ഒന്ന് പ്രാപിച്ചു നീ എഴുന്നേൽക്കുമ്പോൾ ചുറ്റുപാടുകൾ ഒരുപക്ഷെ നിന്നെ അംഗീകരിക്കാതിരുന്നിരിക്കാം, ചുറ്റുപാടുകൾ നിനക്കെതിരായി നിന്നിരിക്കാം, ദോഷം പറഞ്ഞെന്നിരിക്കാം. തളരരുത്, അധൈര്യപ്പെടുകയും അരുത്. തളരരുത് പ്രിയമക്കളെ, അധൈര്യപ്പെടരുത്. അവൻ ന്യായം സ്ഥാപിക്കുന്നത് വരെയും തളരാതെ ഓടിയെന്ന വചനം പറയുന്നത്. അതിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒരു പ്രവാചകനും തന്റെ പിതൃനഗർ സ്വതന്ത്രം എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ, എല്ലാവർക്കും ഉള്ളതാ. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വചനം വായിക്കുന്ന എല്ലാവർക്കും ഉള്ളത് ഈ ആലോചന. ഇന്നുള്ളതിൽ നിന്ന് ഒരു പടി നീ ഉയർന്നു വരുമ്പോൾ, ഒരു വെളിപ്പാടോ ദർശനമോ സ്വപ്നമോ, ഒരൊറ്റ സ്വപ്നം കണ്ടതാ ആര്? പോയോ? എവിടെ പോയി? സ്തോത്രം. അനുഭവിച്ച കഷ്ടതകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞു. അവനെ താറടിച്ചു, അപമാനിച്ചു. 13 വർഷം ആ യൗവനക്കാരൻ അപമാന ഭാരത്തോടെ അവൻ കാരാഗ്രഹത്തിൽ ഇരിക്കുകയാ. ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? അവൻ അങ്ങനെ ചെയ്തു. മക്കളെ, അപ്പൊ ഒരു കൃപ നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് പ്രതിസന്ധികൾ തലപൊക്കുന്നത്. 7 ദിവസം എടുക്കുന്ന ഉപവാസം എടുക്കുന്ന നീ അടുത്തൊരു 21 കഴിയുമ്പോൾ നിന്റെ നിലവാരം മാറും. ഹല്ലേലൂയ. അപ്പോൾ ചിലത് എഴുന്നേക്കും. അത് തന്നെ ഒരു 40 കഴിയുമ്പോൾ അതിനപ്പുറമായിട്ട് എഴുന്നേക്കും.
ഹല്ലേലൂയ. ആത്മീക അഭിഷേകത്തിന്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് ആമേ പ്രതിസന്ധികളും പൊങ്ങി വരും. പക്ഷെ എന്ത് ചെയ്യരുത്? തളരരുത്, അധൈര്യപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് ആമേശ്വര ആത്മീക വർധനവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുള്ള ഒരു ദൂത. നീ തളരരുത്, അധൈര്യപ്പെടുകയും ചെയ്യരുത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഒരു പ്രവാചകനും പിതൃ നഗരത്തിലും ആമേശ്വര ഹല്ലേലൂയ ആ നഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 6 മാസവും അടഞ്ഞിട്ട് ദേശത്ത് എങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യാഥാർത്ഥ്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സെരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവർ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. അടുത്ത വാക്യം. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി. ഇവൻ വലിയ തെറ്റ് പറഞ്ഞോ? കഴിഞ്ഞ കാലത്ത് ഉണ്ടായ കാര്യമല്ലേ പറഞ്ഞത്? കഴിഞ്ഞ കാലത്തുണ്ടായ കാര്യമല്ലേ പറഞ്ഞത്? യേശു അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറഞ്ഞോ? ഇല്ല. കേട്ടവർക്ക് എന്ത് തോന്നി? അപ്പൊ ഞങ്ങള് വിശുദ്ധരല്ലേ, ഞങ്ങളുടെ അടുക്കിലേക്കൊന്നും ദൈവം വരത്തില്ലേ? ചിന്ത വന്നു. അവർ യേശുവിനെ പിടിക്കാൻ ശ്രമിച്ചു. പള്ളിയിലുള്ളവർ ആമേശ്വത പല്ലുകടിച്ചു. ആമേശ്വത അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി. അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ. ആരെയാ? പിന്നെ നമ്മുടെ കാര്യം പറയണോ? ഈ ലോകം നിനക്ക്, എനിക്ക്, നിങ്ങൾക്ക് അനുകൂലമല്ല. യേശുവിന്റെ കാര്യമാ. സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന സർവശക്തനായ യേശുവിന്റെ കാര്യമാ. ഭൂമിയിലേക്ക് വന്ന് ന്യായം സ്ഥാപിക്കാൻ അവൻ ഒരുക്കപ്പെടുന്ന സമയത്ത് പ്രതിസന്ധികൾ 1 2 ഒരുപാട് പ്രതിസന്ധികൾ യേശുവിന്റെ മീതെ പൊങ്ങാൻ തുടങ്ങി. എന്നു മുതലാ? സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അന്നു മുതൽ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമക്കളെ, ആമേശ്വരം ആ ദൈവം നമ്മളെ ബലപ്പെടുത്തും. ആ ദൈവം നമ്മൾ ശക്തീകരിക്കും. അപ്പനത് അനുഭവിച്ചതാ. അങ്ങനെയെങ്കിൽ അവന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഇരിക്കും. ലോകത്തിലുള്ളത് എന്തെന്ന് നന്നായി തിരിച്ചറിയുന്ന സർവശക്തനായ യേശു നീ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധികളിലും നിന്നോട് കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്യുവാൻ നിന്നെ കൈവിട്ട് കളയുന്നവനല്ല. ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പെരുവഴിയിലിട്ട് കളയത്തില്ല. ഉറച്ചു നിന്നാ മതി. എത്ര പേര് ഇന്ന് പകലൊരു തീരുമാനം എടുക്കും? കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എത്ര പ്രതിസന്ധികൾ നേരിട്ടെന്നാലും ഞാൻ അതിനു മുമ്പിൽ വഴങ്ങത്തില്ല, ഞാൻ അതിനു മുമ്പ് വീണ് പോകത്തില്ല, ഞാൻ അതിനു മുമ്പിൽ തളർന്നു പോകത്തില്ല, ഞാൻ അതിനെ ജയിക്കാൻ തക്ക വിധം ഓടും. അപ്പനെന്നെ ബലപ്പെടുത്തണമേ. ആമേൻ. ഇത് പള്ളിയിൽ വെച്ച് വചനം വായിച്ചത് കുഴപ്പം. അടുത്ത സമയത്തിലേക്ക് ചെല്ലുമ്പോ യേശു ഒരു ഭൂതത്തെ പുറത്താക്കി. അപ്പൊ പറഞ്ഞ ഇവൻ എന്തുണ്ട്? ഇവന് ഭൂതമുണ്ട്. ഇവൻ ഭൂതത്തിന്റെ തലവനെ കൊണ്ടാണ്. എൻ്റെ പൊന്ന് ദൈവമക്കളെ, നമ്മളോടാണ് ഇതൊക്കെ പറയുന്നതെങ്കിലോ? യേശുവിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ? ഇടാ മിണ്ടാതിരിക്കും. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ എന്തിനു വേണ്ടി വന്നേക്കെന്നറിയാമോ? നിന്റെയൊക്കെ ജീവിതത്തിൽ നന്മക്ക് വേണ്ടിയാ. ആമേ. നമ്മൾ അവിടെ തുറന്നടിച്ച് പറഞ്ഞ് അവിടെ പറപ്പിക്കും. യേശുവിന് എന്തുണ്ട്? ഭൂതമുണ്ട്. യോഹന്നാൻ സുവിശേഷം 8:48 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആമേശ്വത ഒരുത്തൻ വന്ന്, യഹൂദന്മാർ വന്നിട്ട് പറയുന്നത്, നിനക്കെന്തുണ്ട്? യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ ആണോ? പല വാക്കും പറയും കേട്ടോ. അമ്മ നീ ആത്മീകമായിട്ട് എഴുന്നേറ്റ് വരുമ്പോ ഇല്ലാത്ത പലതും പറയും. അവൻ ബോഷ്ക്കും. നമ്മളെ ബാധിക്കും അത്? കരയും ആരെങ്കിലും? പാസ്റ്റേ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, പാസ്റ്റേ ഇല്ലാത്ത കാര്യമാ പറഞ്ഞുണ്ടാക്കിയത്, എനിക്ക് താങ്ങാൻ പറ്റും. അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. അമ്മ ഇട പരിശുദ്ധ ദൈവത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെങ്കിൽ
നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന നമ്മെ കുറിച്ച് എത്ര വട്ടം നീ അത് കേട്ടൊന്നും ഭാരപ്പെടല്ലേ, നീ അത് കേട്ടൊന്നും പ്രയാസപ്പെടല്ലേ. ദൈവം നിന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൗത്യം ചെയ്തെടുപ്പ, കാലെടുത്ത് വെക്ക. പരിശുദ്ധ ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. ഇന്ന് നമുക്കൊക്കെ കൊച്ചു കാര്യം മതി. പ്രശ്നമാണ്, എനിക്ക് ഭൂതമുണ്ടെന്നാ പറയുന്നത്. അമ്മേ പ്രാഗൽഭ്യം വേണം കേട്ടോ. വല്ലതൊക്കെ പറഞ്ഞെന്ന് കരുതിക്കൊണ്ട് നീ മാറി മൂലക്കിരുന്ന് കരയരുത്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാ. ആമെ ജീവിതത്തിൽ കിടക്കുന്നവന്റെ ശക്തി ആമെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആംബിയറോടെ എഴുന്നേൽക്കണം. ആമെ പരിശുദ്ധ ദൈവത്തിന്റെ ശക്തിയോടെ ഈ ദിവസം നീ എഴുന്നേറ്റ് വരണം. ഇത് ദുഷ്കാലമാ പ്രിയമക്കളെ. ദൈവികമായ പ്രവർത്തികളെ തടുത്തു കളയുന്ന ഒരു വ്യാപാരം ആഗോളതലത്തിൽ വ്യാപരിക്കുന്നുണ്ട്. സാത്താൻ സഭ ഒരു പുറകെ, അതിന്റെ ഇപ്പുറത്താണ് ദുരുപദേശങ്ങൾ, അതിന്റെ ഇപ്പുറത്താണെങ്കിൽ ശത്രുവിന്റെ വേറെ തീയമ്പുകൾ, അങ്ങനെയുള്ള സകല പ്രവർത്തികളുമുണ്ട്. തീയമ്പുകൾ എന്ത് ചെയ്യണം? കെടുത്തണം, ഭയപ്പെടുത്തും പിശാച്. ആമേ കർത്താവിന് വേണ്ടി ഇറങ്ങല്ലേ. നീ തകർന്നു പട്ടിണി കിടക്കത്തില്ല. ആമേ വല്ലത് കിട്ടുമെന്ന് കരുതിക്കൊണ്ടല്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ കർത്താവേ ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാം എന്ന് പകല് പരിശുദ്ധാത്മാവ ഇതിനകത്തുള്ള ചിലതിനോട് ചോദിക്കുകയാ. നിനക്ക് ആംബിയറുണ്ടോ? നിനക്ക് ധൈര്യമുണ്ടോ? ഒന്നും കിട്ടിയില്ലെങ്കിലും എന്റെ അപ്പന്റെ നാമത്തിന് വേണ്ടി ഞാൻ നിൽക്കാം. ഹല്ലേലൂയ. വല്ലതും കിട്ടിയിട്ടാണോ? ഒന്നും കിട്ടിയില്ലെങ്കിലും, വല്ലതും കിട്ടിയിട്ടല്ല പ്രിയ, എല്ലാം വിട്ടിട്ടാ കേട്ടോ. അമ്മ ഈ കർത്താവിനെ കണ്ടപ്പോ ഉള്ളതെല്ലാം വിട്ടുകളഞ്ഞിറങ്ങിയതാ. ധൈര്യമുണ്ടോ? ആംബിയറുണ്ടോ? വിവാഹത്തിന് മുമ്പൊന്നും അല്ല, നല്ല യൗവനത്തില് അമേശ്വത്ത് ഉള്ള നന്മകൾ മുഴുവനും വിട്ടുകളഞ്ഞ ഒരു ശൂന്യനായ മനുഷ്യനായി ഇറങ്ങിയതാ. ഇന്നുവരെ പട്ടിണി കിടന്നിട്ടില്ല. പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാം മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് പകലിൽ വെളിപ്പെടുന്നുണ്ട്. നീ പട്ടിണി കിടക്കത്തില്ല. വിളിച്ചവനെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങ്. വേലക്കാര് ദൈവത്തിന് ആവശ്യമുണ്ട്. എത്ര പേരിറങ്ങും പ്രിയമക്കളെ? ഒരു വിളി അവൻ വിളിച്ചാൽ എനിക്ക് വേണ്ടി ഇറങ്ങണമെന്ന്. ഈ 2025 ജൂൺ മാസം 1-ാം തീയതി പരിശുദ്ധാത്മാവ് ഞാൻ ചോദിക്കുന്നു, എത്ര പേരിറങ്ങും? എത്ര പേര് സമർപ്പിക്കും അവന്റെ നാമത്തിന് വേണ്ടി? ആമേൻ. എത്ര പേരിറങ്ങും? എന്റെ കുടുംബം, എന്റെ കുഞ്ഞുങ്ങള്, എന്റെ ഭാര്യ, എന്റെ അപ്പൻ, അമ്മ തിന്നാൻ ആര് കൊടുക്കും? പണി വിട്ടിട്ട് കളഞ്ഞിറങ്ങാനല്ല ഞാൻ പറഞ്ഞത്. കർത്താവ് ക്രമം ഞാനും ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേല ചെയ്തൊരു മനുഷ്യനാ. ആമേ സമയമാകുമ്പോൾ ദൈവം അതെല്ലാം ക്രമീകരിക്കും. മറിച്ച് നിനക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ? നീ ഓക്കെ ആണോ? ഏതു സമയത്തും വിളിച്ചാൽ ഞാൻ ഓക്കെയാ കർത്താവേ. എത്ര പേരുണ്ട്? അക്കാരമൊന്ന് ഉയർത്താമോ? പരിശുദ്ധ ദൈവം നിന്നെ മാനിക്കും. നിന്റെ അതിരുകളെ ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ സർവശക്തനായ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. ഒരിക്കലും നീ താളത്തില്ല, തകരത്തില്ല. ആത്മാവ് നിന്നെ നയിക്കും. എന്താ ആമേ സോദരൻ, ഇവിടെ നിന്ന് കരം ഉയർത്തിയിട്ടില്ലേ? കരങ്ങളെ സ്വർഗം കണ്ടിട്ടുണ്ട്. ആമേ ദൈവം കണ്ടിട്ടുണ്ട്. അപ്പോ ഇവിടെ വായിച്ചത് 48-ാമത്തെ വാക്യം വായിക്കുമ്പോ, യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ? ഒത്തില്ലേ? നിനക്ക് ഭൂതമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ ആരെ കുറിച്ചാ പറയുന്നതാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന് ഭൂതമുണ്ട് എന്ന് പറഞ്ഞു. അടുത്തൊരു വിഭാഗക്കാർ പറഞ്ഞത്, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രമറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. മാരപ്പണിയും എടുത്ത് ജോസഫിന്റെ വീട്ടിലും ജനിച്ച് ആമേ സ്തോത്രം ആ ഗലീല കടപ്പുറത്തെല്ലാം കാക്ക പറക്കി നടന്ന് ആമേ സ്തോത്രം അങ്ങനെയൊക്കെ പോയ ഇപ്പൊ വന്നിട്ട് പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കോ? ഞങ്ങളൊക്കെ വലിയ പുള്ളികളാ. കൃപ തരുന്ന ദൈവമാണ് കേട്ടോ.
ആമേൻ സ്തോത്രം. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ പ്രധാനമന്ത്രിയൊന്നും അല്ല കൃപ തരുന്നത്. അതുകൊണ്ട് തന്നവനെ നീ പ്രസാദിപ്പിച്ചാൽ മതി. ലോകത്തിനെ അല്ല, ചുറ്റുപാടുകളെ അല്ല, സ്വന്തം ബന്ധങ്ങളെ അല്ല, കൃപ തന്നവനെ പ്രസാദിപ്പിക്കാൻ തക്കവിധം ഇന്ന് പകലിൽ എഴുന്നേൽക്ക്. കൃപ തരുന്നത് ഇവിടുത്തെ അധികാരികളൊന്നുമല്ല, വീട്ടിലുള്ള ആളുകളൊന്നുമല്ല, സ്വന്തം ബന്ധത്തിലുള്ളവരൊന്നുമല്ല. കൃപ തരുന്ന സ്വർഗത്തിലെ ദൈവമാ. തന്നവനെ പ്രസാദിപ്പിക്കണം കേട്ടോ. ചിലർ പറയുന്നത് വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രമറിയുന്നത് എങ്ങനെ? നമ്മളോടാണ് ഇതൊക്കെ പറയുന്നതെങ്കിലോ കട്ടമ്പടും അടക്കം പാസ് നടക്കത്തില്ല, അതേ വശത്ത് നിൽക്കാൻ പറ്റത്തില്ല. എന്തെല്ലാം പ്രശ്നം. സ്വന്തം കുടുംബം അംഗീകരിക്കോ? സഹോദരന്മാരോ അംഗീകരിക്കോ? ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം 6 ദിവസമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പല ദൈവദാസന്മാർ കയറി ഇറങ്ങി പറഞ്ഞു, സ്തോത്രം, എന്റെ നാമത്തിന് വേണ്ടി ചിലതിനെ ഞാൻ വേർതിരിക്കാൻ പോവുകയാണ്. എന്റെ നാമത്തിന് മഹത്വത്തിനായി ചിലതിനെ ഞാൻ വേർതിരിക്കാൻ പോകുകയാണ്. തിരുനാമത്തിന് മഹത്വത്തിനായി ചിലതിനെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഈ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങൾ അടുത്ത ദിവസങ്ങൾ ദൈവം അങ്ങനെ പോക്കുമ്പോ നീ ചില വിഷയത്തിന്റെ മധ്യത്തിൽ തട്ടി നിൽക്കരുത്. ആമേൻ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് എന്റെ അതരത്തിലൂടെ ഈ വചനങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പനുണ്ടായിരുന്ന പ്രശ്നം മക്കൾക്കും ഉണ്ടാകോ? ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ഉപദ്രവമുണ്ടാകും. ഉപദ്രവിക്കും. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്. ഒന്ന് കുറയെ 40 അടി 5 വട്ടം, കോലിനള്ളടി 3 വട്ടം. തയ്യാറാണോ? അടി കൊണ്ടാലും തയ്യാറാണോ? ജയിലിൽ പോകാൻ തയ്യാറാണോ? യേശുവിനെ ഉയർത്താൻ തയ്യാറാണോ? ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, എന്ത് തന്നെ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടെന്നാലും അപ്പന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ റെഡിയാകർത്താവേ. അങ്ങനെയുള്ള ചിലതിനെ നോക്കുകയാ ആത്മപൂർണൻ ഭ്രാന്തൻ എന്ന് പറയുന്നത്. ആത്മപൂർണൻ. അതുകൊണ്ട് പൗലോസിന് ഓരോ സ്ഥലത്ത് പിടിച്ചു കെട്ടാൻ ഒരു മനുഷ്യന് കഴിഞ്ഞില്ല. ഇവൻ ആത്മാവ് നിറഞ്ഞെന്നല്ല പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് തൊട്ടു. പൗലോസിനെ വിളിച്ച് 9-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 9:17. ഓ ജീസസ്. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന്. എന്തായി തീർന്നു? പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്നല്ലെന്നേ, പരിശുദ്ധാത്മ വന്നെന്നല്ലെന്നേ, പരിശുദ്ധാത്മ പൂർണ്ണനായി. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോ ഒരുത്തനെ നോക്കിക്കൊണ്ട് പൗലോസ് വിളിച്ചു പറയും, ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, നിന്റെ മേൽ ഇപ്പോൾ ഒരു തിമിരവും കൂരിരുട്ടും വീണു. കേട്ടോ, ഒരു പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് ചിലതിനെ കൊണ്ടുവരും. ഈ ലെവലൊക്കെ അങ്ങ് മാറും പ്രിയമക്കളെ. ഈ അവസ്ഥകൾക്ക് അങ്ങ് മാറും. നിന്റെ ഇടുക്കമാണ്, നിന്റെ ഹൃദയത്തിന്റെ വിശാലത ഇല്ലായ്മയാണ് ഈ ഇരിപ്പിരിക്കുന്നത്. ഒന്ന് കുതിച്ചെഴുന്നേറ്റേ. അതിലൊന്ന് പുഷ്ടി നിമിത്തം എന്ത് ചെയ്യും? മൂകം തകരും. ആത്മീക പുഷ്ടി നിമിത്തം ആസ്തിയും കുസ്തിയും പിടിച്ചുകൊണ്ട് ഇരിക്കാനുള്ള സമയമൊന്നുമല്ല കേട്ടോ. നീ എഴുന്നേറ്റ് വരുമ്പോൾ നിന്ദകൾ ഉണ്ടാകും, പരിഹാസങ്ങൾ ഉണ്ടാകും, ദൂഷികൾ ഉണ്ടാകും, ഏഷീണം ഉണ്ടാകും, വൈരാഗ്യം ഉണ്ടാകും, ദോഷമുണ്ടാകും. ഒരു പക്ഷെ നിന്നെ കൊന്നുകളയാൻ വരെ ശ്രമിച്ചെന്നിരിക്കാം. കുഴപ്പമില്ല കർത്താവ്, നിന്റെ നാമത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നെന്നാലും അപ്പന്റെ നാമത്തെ അറിയിക്കുക. ഇന്ന് പകലിൽ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ഒരുക്കപ്പെടുകയാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ചിരഞ്ജീവികളായി ജീവിക്കാൻ ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? ഉണ്ടോ? യേശുവിനോട് മരിക്കാൻ എത്ര പേരുണ്ട്? യേശുവിനോട് രക്തസാക്ഷിയായി തീരാൻ എത്ര പേരുണ്ട്? ഇന്ന് പകലിൽ പരിശുദ്ധാത്മം ചോദിക്കുന്നു, അവന്റെ നാമത്തിനു വേണ്ടി എന്തെല്ലാം സഹിച്ചെന്നാലും ഞാൻ നിൽക്കാൻ കർത്താവേ. അതിനപ്പുറമായിട്ട് വല്ലതുണ്ടോ? ഹല്ലേലൂയ. അവന് വേണ്ടി വെച്ചു കൊടുക്ക. നീ ജീവിക്കും. ഞാൻ തന്നെ പുനരുദ്ധാനവും, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കും. പിശാചിനെ നോക്കി വെല്ലുവിളിക്കുക നമ്മൾ.
കേട്ടോ. ഹല്ലേലൂയ. അവൻ ഭയപ്പെടുത്തുകയാ, ഇല്ലേ? ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും ഓട്ടമാ. എവിടേക്ക്? ഹോസ്പിറ്റലിലേക്ക്. എന്താ ഓടുന്നതിൻ്റെ കാരണം? മരുന്നിന് പോകണ്ടെന്നല്ല കേട്ടോ, ഹോസ്പിറ്റലിൽ പോകണ്ടെന്നല്ല. അമിതമായ ഭയം നിന്നെ വിഴുങ്ങരുത്. ആമേ. ചിരഞ്ജീവിയാ, ജീവിക്കാനാണ് ഇവിടെ. കർത്താവ് വിളിക്കുമ്പോ പോ. ഏതു സമയത്തും റെഡി ആയിരിക്കണം. ഏതു സമയത്തും. കർത്തൃമേശ ഉള്ള ദിവസമല്ല. അമേശ്വരം ഇരിപ്പിലും നടപ്പിലും പോക്കിലും വരവിലും എപ്പോഴും. അങ്ങനെ നിനക്ക് പേടിയുണ്ടാകത്തില്ല. ആമേശ്വരം നെഞ്ചുവേദന, ഹാർട്ട് ബ്ലോക്കാ, പോകാൻ പറയും. ഹല്ലേലൂയ. സ്വസ്ഥമായി കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങുന്ന പത്രോസ് എന്താണെന്നറിയാമോ? കർത്താവേ, ഡ്യൂട്ടി തീർന്നെങ്കിൽ ഞാൻ റെഡി. പ്രൈസ് ദി ലോർഡ്. സുഖമായിട്ട് കിടന്നുറങ്ങിയ നാളെ രാവിലെ കൊല്ലാനോ തയ്യാറാ. നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. നീ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ റെഡിയാ. എത്ര പേര് പറയും? ഈ ജീവിക്കാൻ കൂടുതൽ ആഗ്രഹം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? മരിക്കുമെന്ന് പറയുമ്പോഴാണ്. ആമേ. ഈ ഒരു വാർത്ത കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. യവനത്തിൽ എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് ഒന്ന് മാറ്റപ്പെട്ടാൽ മതി. പലരും പറയാം, ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുമാതിരിയൊക്കെ ഒരു വിഷയത്തിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത്, കർത്താവേ നീ എന്താണ് എന്നെ വിളിക്കാത്തത്? അങ്ങനെ പിന്നെ ജീവിച്ച് 60, 70 കഴിയും. 70 കഴിയുമ്പോൾ ഏകദേശം ഒരുമാതിരിയൊക്കെ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. അമേശ്വരം ആൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി 70 പോകണ്ട, ഒരു 50 കഴിയുമ്പോൾ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ജീവിക്കണമെന്നൊരു ആഗ്രഹം. അമ്മേ, അതിനു മുമ്പേ പറഞ്ഞത് എന്തായിരുന്നു? എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി. ജീവിക്കാൻ ആഗ്രഹം വരുന്നത് മരിക്കുമെന്നൊരു ചിന്ത വരുമ്പോഴാണ്. പൗലോസ് അതിനെ ജയിച്ചു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, തയ്യാറാണോ? കർത്താവ് ഇന്ന് വിളിച്ച പോകോ? പാസ് വെറുതെ പേടിപ്പിക്കല്ലേ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. വല്ലവിധന ആരാധനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. മരണത്തിന് പ്ലാനിങ് ഇല്ല കേട്ടോ. പ്രിയ മക്കളെ, നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമുണ്ടെന്ന്, നീ ക്രമീകരണം പ്രാപിച്ചാൽ മതി. ഭയം വരത്തില്ല. നീ എന്ത് ചെയ്താൽ മതി? ഏതു സമയത്തും പ്രിയ മക്കളെ, ഏതു സമയത്തും യേശു റെഡിയായിരുന്നു. യേശുവിനോട് പറഞ്ഞു, സുവിശേഷം അറിയിക്കരുത്, ഇവിടെ സുവിശേഷം പറയരുത്. യേശു പറഞ്ഞു, ശരി ഹെരോദാവേ, ഞാൻ നാളെ മുതൽ എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വാക്യമുണ്ട്, ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 31-ാമത്തെ വാക്യം. ആമേൻ സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 13:31. മത്തായി ആണോ ലൂക്കോസ് എടുത്തു? ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്തു. സ്തോത്രം. ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്തു വന്ന്, ഇവിടം വിട്ട് നീ പോയിക്കൊള്ളണം. ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇവിടം വിട്ട് നീ പോയിക്കൊള്ളണം. പ്രീസലോ. ഹെരോദാവ് എന്ത് ചെയ്യാൻ പോകുക? ഇതാരോടാ പറയുന്നത്? അപ്പൊ പിന്നെ നമ്മുടെ കാര്യമൊക്കെ പറയണോ? ഞാൻ നമ്മളുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുകയാ. ആമേ. സ്വർഗം അവന്റെ, ഭൂമി അവന്റെ. കൊലോസ്യ ലേഖനത്തിൽ ഇവനെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ദൃശ്യമായതായിക്കൊള്ളട്ടെ, അദൃശ്യമായതായിക്കൊള്ളട്ടെ, വാഴ്ചകളായിക്കൊള്ളട്ടെ, അധികാരങ്ങളായിക്കൊള്ളട്ടെ, അവൻ സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന് പറയുന്നവനെ വകവരുത്തി കൊല്ലുമെന്ന് കർത്താവ് പേടിച്ചുപോയി. 2 ആഴ്ച പനി പിടിച്ചു കിടന്നു. അവൻ പുറത്തിറങ്ങിയില്ല. അങ്ങനെയാണോ? അടുത്ത വാക്യം കേൾക്കുമ്പോൾ അറിയാം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട്, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. ഇത് ഞാനാണ് പറയുന്നതെങ്കിലോ പാസ്റ്റർ പോയിട്ട് മാപ്പ് പറയണമെന്ന് പറയും. അവരെന്ത് ചെയ്തു? കുറുക്കൻ എന്ന് വിളിച്ചു. ആമേൻ. പാസ്റ്റർ എന്ത് പണിയാ ചെയ്ത് ആ സഹോദരന് കുറുക്കനെന്ന്. ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാപ്പ് പറയണം.
ശ്രദ്ധിക്കണം, ദൈവവചനത്തിന് വിപരീതമായി നിന്ന യേശുവിനോട് പറഞ്ഞു നീ പോയിക്കൊള്ളാൻ കൊന്നുകളയും. യേശു പറഞ്ഞു നിങ്ങൾ പോയിട്ട് ആ കുറുക്കനോ, എന്തുകൊണ്ടാണ് വിളിച്ചത്? കുറുക്കനെന്ന് വിളിക്കാൻ കാരണം എന്താ? കള്ളത്തരം കയ്യിലുണ്ട്. ആമേൻ. വേറൊരാളുടെ ഭാര്യ കയ്യിലിരിപ്പ് മോശമാ. അതുകൊണ്ടാ പറഞ്ഞ് കേട്ടവർക്ക് പിടികിട്ടിയില്ല. മറ്റവന്റെ കാതിലെത്തുമ്പോ അവന് പിടികിട്ടും. അമ്മ കുറുക്കൻ എന്ന് വിളിച്ചത് എന്താണെന്ന്. അമ്മ സ്വതം അശുദ്ധമായത് കഴിക്കുന്നതാ കുറുക്കൻ. നല്ല കോഴിനൊക്കെ കിട്ടിക്കഴിഞ്ഞ കൊണ്ട് എന്ത് ചെയ്യും? കുഴിച്ചിടും. ചെറിയ സ്മെല്ല് വരുമ്പോ എന്ത് ചെയ്യും? അപ്പൊ ചെന്ന് പറഞ്ഞാ മതി, ആൾക്കെന്ത് ചെയ്തോളും? മനസ്സിലായിക്കോളും. വേറെ ഒന്നും ചെയ്യണ്ട. ആമേൻ. പറഞ്ഞു വിട്ടവനോട് ചെന്നൊന്ന് പറഞ്ഞാ മതി, മനസ്സിലായിക്കൊള്ളും. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. 3 ദിവസം ഇവിടെ ഉണ്ടാവും. പട്ടാളത്തെ വിടണമെങ്കിൽ വിട്ടോ കേട്ടോ പ്രിയ മക്കളെ. പറഞ്ഞ വാക്തത്വം തീരാതെ ബോംബ് പൊട്ടിയാ പോലും ഈ പട്ടണത്തിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. നിന്നോട് കിടക്കുന്ന വാക്തത്വം തലമേലുണ്ടെങ്കിൽ നിനക്കതിനെ മിസൈൽ അയച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ചെയ്യേണ്ടത് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ആരെല്ലാം അന്ന് യേശുവിനോട് എഴുന്നേറ്റതാ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ, ആമേൻ. യേശു വന്ന പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടാ മടങ്ങിയതാ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. യേശു വന്ന പ്രവൃത്തി തികച്ചിട്ടാണ് പോയത്. റെഡിയാണോ? എന്നോടുള്ള വാക്തത്വം പരിശുദ്ധ ദൈവമേ, ഞാനത് തിരിച്ചറിയുകയാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടെന്നാലും അത് നിവർത്തീകരിക്കാൻ തക്ക വിധം ഇന്ന് പകൽ ഞാൻ ഒരുക്കപ്പെടുകയാണ്. ആമേശ്വരം ഞാൻ ധൈര്യപ്പെട്ടിരിക്കും. ഞാൻ താളരത്തില്ല. റെഡിയാണോ പ്രിയ മക്കളെ? അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു. കേട്ടോ, വല്ലതിന്റെ വാക്കിനൊന്ന് കാതൊന്നും കൊടുത്തേക്കരുത്. പോയി പണിയിടാൻ നോക്കുന്ന പറഞ്ഞു. കേട്ടോ, എനിക്കത് കേൾക്കാൻ സമയമില്ല. ആ സമയം നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കാം. ആ സമയം നമുക്കൊന്നിരുന്ന് ആരാധിക്കാം. പറയണം പ്രിയ മക്കളെ, വല്ലതൊക്കെ പോയിട്ട് ചിലരൊക്കെ വരുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ചെവി കൊടുക്കരുത് കേട്ടോ. സഹോദര, നമുക്ക് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. പോകും, അപ്പൊ പോകും. ആത്മാവ് പ്രൈസലോ. ഈ ഒരു ഉപായം നിങ്ങൾ സ്വതം ഒന്ന് മർമ്മമായിട്ട് എടുത്താൽ വിടുതലാണ് കേട്ടോ. വിഹിതമില്ലാത്തതിന് ഒന്നും എന്ത് ചെയ്തേക്കരുത്? കാത് കൊടുത്തേക്കരുത്. ഈ ദിവസം ഉപവാസത്തിന്റെ 7ാമത്തെ ദിവസം പരിശുദ്ധാത്മ പറയുന്നു, നമ്മുടെ ഭദ്രതയെ നമ്മൾ സൂക്ഷിക്കുക. സ്വതം അഴിഞ്ഞു പോയ മുഖം കയറി വരാൻ അനുവദിക്കരുത്. ഒരിക്കലും അനുവദിക്കരുത് കേട്ടോ. ചിലതിനൊന്നും കാത് കൊടുത്തേക്കരുത്, ചിലത് നീ പറയുകയും ചെയ്യരുത്. നാം എന്ത് ചെയ്യരുത്? കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിനാൽ ദൈവഭൃത്യന്മാർ പറഞ്ഞില്ല, നാം എന്ത് ചെയ്യരുത്? സൂക്ഷിക്കണം. ദോഷം എന്ത് ചെയ്യരുത്? പറയരുത്. കാതെന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഈ ദിവസങ്ങളിൽ അങ്ങനെ ചെയ്താൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാൻ ഒന്ന് ശാന്തമായി ചോദിക്കട്ടെ, കർത്താവ് ഈ ആണ്ടില്ല നിങ്ങൾ വിളിച്ചാൽ എത്ര പേര് ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി പോകാൻ കർത്താവേ? ഇതിനകത്തുള്ളവരെല്ലാം സമ്പന്നരല്ല, ദരിദ്രരാ. യേശു വന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാനാണ്. നിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഞെരുക്കത്തിലൂടെയൊക്കെയും കടന്നു പോകുന്നത്. വിധവ 2 വെള്ളിത്തൊട്ട ഭണ്ഡാരത്തിലിട്ടു. യേശു അവളെ നോക്കി, തടുത്തില്ല, ബ്ലോക്ക് ചെയ്തില്ല, ഇടട്ടെ എന്ന് ചിന്തിച്ചു. ഉള്ളതാണ് അവൾ ഇട്ടത്. യേശു അത് നല്ലതെന്ന് കണ്ടു. ഞെരുക്കത്തിലിരിക്കുന്ന ദൈവജനമേ, അവൻ വിളിച്ചാൽ എത്ര പേര് ഇന്ന് പകലിൽ ഞാൻ പോകാം കർത്താവേ. പ്രതിസന്ധിയിലാണ് ഞാൻ ഇരിക്കുന്നത്, പക്ഷെ നിന്നെ അറിയിക്കാൻ എൻ്റെ അകത്തളത്തിൽ വാഞ്ചയുണ്ട്. എന്നെ ഉപയോഗിക്കണമേ. ഈ പറയപ്പെടുന്നതിൻ്റെ 10 ഇരട്ടി പ്രതിസന്ധികൾ നിന്നെ തേടി വന്നെന്നിരിക്കാം. തട്ടി വീഴരുത്, അധൈര്യപ്പെടരുത്,
തളരരുത്, ഞാൻ പോകാം. എത്ര പേര് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദോഷം നിരൂപിച്ചെന്നിരിക്കാം, ദോഷം നിരത്തിയെന്നിരിക്കാം, വധഭീഷണി ഉയർത്തിയെന്നിരിക്കാം, ആമേൻ സ്തോത്രം നിനക്കെതിരെ വട്ടം കൂടിയെന്നിരിക്കാം, നിന്നെ പിച്ച് ചീന്തുവാൻ ബാശാൻ കുറ്റന്മാര് പോലെ ആമേൻ സ്തോത്രം വളഞ്ഞെന്നിരിക്കാം. കർത്താവേ, നീ എന്നോട് കൂടെയുണ്ടെങ്കിൽ മതി. ഒരു സമർപ്പണം, എല്ലാ കണ്ണുകളും നടച്ച് അങ്ങനെ ഒരു സമർപ്പണമുള്ളവർ ആരെയും നോക്കണ്ട. നിന്റെ കരമൊന്ന് ഉയർത്താൻ കഴിയുമോ? അപ്പാ, അമ്മേ സ്തോത്രം, ഞാൻ പോകാം, ഞാൻ പോകാം. അമ്മേ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൽ സമർപ്പിച്ചു. ഇത് യേശുവിന്റെ വാക്കാ. ഞാൻ പോകാം കർത്താവേ. ഒന്നും ലഭിച്ചിട്ടല്ല. കരം ഉയർന്നിരിക്കട്ടെ. കരമൊന്ന് ഉയർത്തിയേ. അമ്മേ സ്തോത്രം ഹല്ലേലൂയ. ഉയർന്നിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാ. അമ്മ, വേലക്കാരെ കൊയ്ത്തിനായി ആവശ്യമുണ്ട്. നശിച്ചു പോകുന്ന പട്ടണത്തിൽ നിരാശ കയറി ആത്മഹത്യ ചിന്തിക്കുന്ന ചിലതിനെ തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുപ്പാൻ പരിശുദ്ധ ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. പോകാമോ? ഹല്ലേലൂയ. ആമേൻ. സുഡമന അസ്തര. ജീവനുള്ള നാളല്ല ഓടി ഓടി വേല ചെയ്യും. ജീവനുള്ള നാളല്ല ഓടി ഓടി വേല ചെയ്യും. വിളിച്ചല്ലോ നിൻ വേലയ്ക്കാ, എന്നെ വിളിച്ചല്ലോ നിൻ വേലയ്ക്കാ. അതു ഞാൻ മറന്നിടുമോ? അതു ഞാൻ മറന്നിടുമോ? യജമാനനേ, യജമാനനേ, യേശു രാജനേ, നിനക്കായി ഞാൻ ജീവിക്കും. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. നിനക്കായി ഞാൻ ജീവിക്കും. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ബലിയായി രക്ഷിച്ചു എന്നെ, പാപത്തിൻ ബലിയായി രക്ഷിച്ചു എന്നെ. സ്വർലോകം തുറന്നു തന്നു, സ്വർലോകം തുറന്നു തന്നു. ചേർന്ന് പാടാമോ? യജമാനനേ, യജമാനനേ, യേശു രാജനേ. ജീവനുള്ള നാളല്ല ചേർന്ന് ഓടി ഓടി വേല ചെയ്യും. ജീവനുള്ള നാളല്ല ഓടി ഓടി വേല ചെയ്യും. വിളിച്ചല്ലോ നിൻ വേലയ്ക്കാ, എന്നെ വിളിച്ചല്ലോ നിൻ വേലയ്ക്കാ. അതു ഞാൻ മറന്നിടുമോ? അതു ഞാൻ മറന്നിടുമോ? ഉയർത്തിയ കരം ഉയർന്നു തന്നെ ഇരിക്കട്ടെ. പരിശുദ്ധ പിതാവേ, വിളവോ അധികം, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനനോടായി വേലക്കാരെ ഇറക്കേണ്ടതിനായി അപേക്ഷിപ്പിൻ. തിരുവചനം പറയുന്ന പ്രകാരം കരമുയർത്തിയിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തോട് കാണിച്ചിരിക്കുന്ന കരുണയ്ക്കൊത്തവണ്ണം ഈ ദിവസങ്ങളിൽ ആമേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിൽ രാജ്യത്തിന്റെ കെട്ടുപണിക്കുമായി ഓടുവാൻ സമർപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. നല്ല ആഗ്രഹത്തെ മാനിച്ച് ദൈവം അവരെ കരം പിടിച്ചു കൊണ്ടുപോകുമാറാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സ്വർഗം കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആരെല്ലാം കരം ഉയർത്തിയെന്ന്
ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നോക്കിയില്ല, ഞാൻ കണ്ണടച്ചാ പ്രാർത്ഥിച്ചത്. ദൈവം കണ്ടിട്ടുണ്ട് കേട്ടോ പ്രിയ മക്കളെ. അപ്പൻ പ്രവർത്തിക്കും, അവന് വേണ്ടി നിൽക്കുക. പിശാച് പലതിന്റെ വഴി അടക്കുന്നുണ്ട്. വചനം വിളിച്ചു പറയുന്നു, ചതഞ്ഞ ഓട നിവർത്താൻ പോകുകയാ, പുകയുന്ന തിരിയെ കത്തിക്കാൻ പോകുകയാ. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നത് വരെ അവൻ തളരത്തില്ല, അവൻ അധൈര്യപ്പെടുകയില്ല. അവന്റെ ശക്തി ഈ മൺകൂടാരത്തുമേ പരിശുദ്ധ ദൈവം പകരും. സാത്താന്റെ പ്രവൃത്തികളെ തിരിച്ചറിയണം പ്രിയ മക്കളെ. അവന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങുമ്പോ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. വകവെക്കരുത്. ധൈര്യത്തോടെ 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 സന്നിധിയിലേക്ക് എടുക്കാം. കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ എടുക്കുകയാണ്. ഹല്ലേലൂയ.